ഹലോ ഹായ് നമസ്തേ നമസ്കാരം. വളരെ സ്വാദിഷ്ടമായ ചക്ക കൊണ്ടുള്ള ഒരു കുമ്പിളപ്പത്തിന്റെ റെസിപ്പി അമ്മ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വഴനയിലെയോ ഒന്നും തന്നെ ഇല്ലാതെ ചക്ക കുമ്പിളപ്പത്തിന്റെ അതേ സ്വാദിൽ ഒരു കുമ്പിളപ്പത്തിന്റെ പാചക രീതിയാണ് അമ്മ ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. നല്ല പഴുത്ത മത്തങ്ങ ഉപയോഗിച്ച് അമ്മ തയ്യാറാക്കുന്ന ഈ ഒരു അടിപൊളി കുമ്പിളപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പി തന്നെയാണിത്, കാരണം അത്രയ്ക്ക് സ്വാദുമാണ് ഇതിന് കേട്ടോ. ഒട്ടും തന്നെ സമയം കളയാതെ അമ്മയുടെ മത്തങ്ങ കുമ്പിളപ്പം കണ്ടിട്ട് മടങ്ങി വരാം. ഇതുപോലെ ഒരു 2 പീസ് നല്ല പഴുത്ത മഞ്ഞ കളറിലുള്ള മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 പീസും കൂടി ഒരു 600 ഗ്രാം ഉണ്ട്. മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ മാറ്റി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവാൻ അത്യാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മാഷാക്കി എടുക്കാം. ഇതിനെ ഒരു ഉരുളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർക്കാം. ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. കൂടാതെ ഒരു 2 ചെറിയ രസകദളിപ്പഴമാണ് അതും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ പൂവമ്പഴമാണെങ്കിലും മതി കേട്ടോ, അധികം പുളിയില്ലാത്ത പഴം നോക്കി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴമൊക്കെ ഒന്ന് തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 300 ഗ്രാം ശർക്കരയാണ്, അത് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർക്കാം. 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇതുപോലെ ഒരു കട്ടോരി നിറച്ച് വറുത്ത അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ആവശ്യമുണ്ട്. ഇനി 1 കപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലേക്കാക്കി തന്നെ വെക്കണം. നിങ്ങൾ എടുക്കുന്ന ശർക്കരപ്പാനിയുടെയും മത്തങ്ങയുടെയൊക്കെ അനുസരിച്ച് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് മിക്സാക്കി നോക്കണം. തീരെ അങ്ങ് കട്ടിയുമല്ല എന്നാൽ അത്ര അങ്ങ് ലൂസുമല്ലാത്ത ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി അതിലോട്ട് ഒരു 3-4 പൂള് തേങ്ങാക്കൊത്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വാഴയിൽ ഇതുപോലെ വീതിയിൽ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഓരോ പീസും ഇതുപോലെ ഒന്ന് കുമ്പിൾ കുത്തിയെടുക്കണം. നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ. ഇതിപ്പോൾ വഷ്ണയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. അതാകുമ്പോൾ നല്ല ഒരു മണമൊക്കെ കിട്ടും നമ്മുടെ അപ്പത്തിന്. അതല്ലെങ്കിൽ ഞാൻ പറയുന്ന ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഈർക്കിലിയോ ടൂത്ത് പിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ്സിലൊന്ന് പിൻ ചെയ്തെടുക്കാം. അതാകുമ്പോൾ നല്ല സെക്യൂർഡ് ആയിട്ട് തന്നെ ഇരുന്നോളും. എൻ്റെ കയ്യിലിപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വഷ്ണയിലൊന്നും എല്ലാവർക്കും എല്ലായിടത്തും കിട്ടണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് ഈ ഒരു അപ്പത്തിന് നല്ല ഒരു വഷ്ണയിലയുടെ ഒരു മണവും ഒരു രുചിയൊക്കെ വരാനായിട്ട് ഇതിലേക്ക് 1 കഷ്ണം പട്ട അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടി ചേർത്താലും മതി. പിന്നെ ഒരു 2 ബേ ലീഫ് മുറിച്ചതും കൂടി ഈ സ്റ്റീമറിൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവിയൊക്കെ വരുമ്പം നമ്മുടെ കുമ്പിളപ്പത്തിന് നല്ല ഒരു വഷ്ണയിലയിൽ ഉണ്ടാക്കിയ കുമ്പിളപ്പത്തിൻ്റെ സ്വാദും മണവും ഒക്കെ തന്നെ കിട്ടും. ഇതൊരു ടിപ്പാണ് കേട്ടോ. എപ്പോഴും എല്ലായിടത്തും വഷ്ണയിലയൊന്നും കിട്ടണമെന്നില്ലല്ലോ. കണ്ടില്ലേ, ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് സെക്യൂർ ചെയ്താൽ ഇതുപോലെ ഇലയൊന്നും അങ്ങ് വിട്ടു പോകത്തില്ല. കുറച്ചും കൂടി ഷേപ്പിൽ നമുക്ക് അപ്പം കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിനി അടച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായി സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഡ്ഡലിത്തട്ടിൽ വേണമെങ്കിലും ഈ മാവ് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇലയൊന്നും ആവശ്യമില്ല. അപ്പോൾ വാഴയില ഒന്നും വേണമെന്നില്ല. അതല്ലെങ്കിൽ വട്ടയില ഉണ്ടെങ്കിൽ വട്ടയിലയിലും ചെയ്തെടുക്കാം. അതൊന്നും പക്ഷേ എല്ലായിടത്തും ഒന്നും കിട്ടണമെന്നില്ലല്ലോ. ഇത് ചക്കയല്ലെന്ന് ആരും പറയത്തില്ല കേട്ടോ. 1 പീസ് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഞാനൊന്ന് 1 പീസ് കഴിച്ചു നോക്കട്ടെ. ചക്ക കൊണ്ടുണ്ടാക്കുന്ന കുമ്പിളപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. പഴം കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ്. എന്താ സ്വാദ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. ചക്കയൊന്നും കിട്ടാത്ത സീസണിലും കേരളത്തിന് പുറത്തുള്ളവർക്കും ഒക്കെ ഏത് സമയത്തും ചക്ക കുമ്പിളപ്പത്തിൻ്റെ അതേ സ്വാദിൽ ഇതുപോലെ ഉണ്ടാക്കി ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. മത്തങ്ങ എല്ലായിടത്തും കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ.
ചക്ക കൊണ്ട് കുമ്പിളപ്പവും നേരത്തെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വഴനയിലയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത്. അപ്പം അതും വീഡിയോ ഒന്ന് കാണാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.